എന്നാൽ എപ്പോൾ ആദം ദൈവത്തെ ധിക്കരിച്ചുവോ ആ നിമിഷം ദൈവം നിർമ്മിച്ച ശരീരം കറപ്റ്റ് ചെയ്യപ്പെട്ടു, അത് ജഡമായി മാറി. അതായത് വലിയൊരു പാത്രത്തിൽ പാല് കറന്നുകൊണ്ട് വച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ഒരു ഡ്രോപ്പ് മഷി അതിലേക്ക് ഒഴിച്ചാൽ അതിന്റെ ആ നല്ല വെളുത്ത നിറം മാറി അത് നീല നിറമാകുന്നത് പോലെ പരിശുദ്ധമായി ദൈവം സൃഷ്ടിച്ച ഈ ബോഡി അത് ഫ്ലഷായി ജഡമായി തീർന്നു. തുടർന്ന് നമുക്ക് പിന്നെ നന്മ കാണുവാൻ കഴിയില്ല. ദൈവം സൃഷ്ടിച്ച അവസ്ഥയിൽ നന്മ കാണുവാൻ കഴിയും, നിഷ്കളങ്കരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് കടന്നുപോയാൽ ഒരു വ്യക്തിയിൽ 95 നന്മകളുണ്ടെങ്കിലും നമ്മൾ 95% നന്മയല്ല കാണുന്നത്, പകരം 5% തിന്മയെ കാണുകയുള്ളൂ. കാരണം ഈ ജഡത്തിന്റെ അവസ്ഥയാണ്. ജഡം പിശാചിന്റെ പ്രോഗ്രാമിനാൽ പൊസസ് ചെയ്യപ്പെട്ടു പോയി. എന്നാൽ യഥാർത്ഥ ദൈവരാജ്യത്തിലെ പൈതങ്ങൾ എങ്ങനെയെന്ന് കർത്താവ് യേശു ഇവിടെ വന്നപ്പോൾ കാണിച്ചു തന്നു. യഥാർത്ഥ ദൈവരാജ്യത്തിലെ പൈതങ്ങൾ നമുക്ക് 99 തിന്മയുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ഒരു നന്മയെ അവരെടുത്തു പറഞ്ഞുകൊണ്ട് ആ നന്മയിൽ നിന്ന് ഇവരുടെ 99 തിന്മയെയും നന്മയാക്കി മാറ്റും. കാൽവരി ക്രൂശിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം, കർത്താവിന്റെ ഇടത്തും വലത്തും 2 കള്ളന്മാർ. നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കണമെന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. ഇവര് ജന്മം മുതൽ കള്ളന്മാരാ. 2 പേര് ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കക്കാൻ പോയിട്ടുണ്ടാകും. 2 പേരും ഒരുമിച്ച് അവിടെ കിടക്കുക, പലരെയും കൊന്നിട്ടുണ്ടാകാം. പല തിന്മകളും ഇവരുടെ ജീവിതത്തിലൂടെ ഇവർ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ 2 പേരും അവിടെ കിടന്നപ്പോൾ കർത്താവിനെ ദുഷിച്ചു പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ ക്രൂശിലെ സ്വഭാവം കണ്ടപ്പോൾ കേട്ടപ്പോൾ തന്റെ ശരീരത്തിന്മേൽ ആണികളടിച്ച് തറച്ചവരോട് കർത്താവ് ക്ഷമിക്കുന്നതെല്ലാം കണ്ടപ്പോഴും കേട്ടപ്പോഴും അതിലൊരു കള്ളൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞ ഒരേ ഒരു നന്മയായിരിക്കാം അത്. ആ ഒരൊറ്റ നന്മയിൽ പിടിച്ച് കർത്താവ് ഇവന്റെ ജീവിതത്തിൽ ചെയ്ത 99.9 തിന്മയും മറന്ന് ആ ഒരൊറ്റ നന്മയിൽ പിടിച്ച് ഇവനെയും കൂടി ദൈവരാജ്യത്തിലേക്ക് അയച്ചു. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതാണ് ദൈവരാജ്യത്തിലെ മക്കളുടെ സ്വഭാവം. എന്നാൽ ലോകരാജ്യത്തിലെ മക്കളുടെ സ്വഭാവമാണ് നന്മ ഒന്നും കാണുകയില്ല, കാണുന്നത് തിന്മ മാത്രമേ. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കല് ഒരു ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മനോഹരമായ ഒരു റോസാപ്പൂ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മനോഹരമായൊരു റോസാപ്പൂ നമ്മൾ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമില്ലേ, ഒരല്പം താഴെ നിന്ന് മുറിച്ച് 2 ഇലയും ഒക്കെ ചേർന്ന് റോസാപ്പൂ കൊണ്ട് കൊടുത്ത സമയത്ത് ആ മേടിക്കുന്ന വ്യക്തി ഉടനെ പറയും, അയ്യേ. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചത്, എന്തു പറ്റി, ഞാൻ റോസാപ്പൂ കൊടുത്തപ്പോ എല്ലാം പറ്റിയോ, എന്തു പറ്റി? ഇതിന്റെ മുള്ളു കണ്ടില്ലേ? അപ്പോ ഈ റോസാപ്പൂവിന്റെ ആ മനോഹരത്വമല്ല അദ്ദേഹം കണ്ടത്, അതിന്റെ ഈ ഇലയുമല്ല അദ്ദേഹം കണ്ടത്. ഇലയ്ക്ക് താഴെ ഒന്നൊരു കൊച്ചു മുള്ളുണ്ടായിരുന്നു, ഇദ്ദേഹം കണ്ടത് ആ മുള്ളു മാത്രമാണ്. ഇതുപോലെയാണ്
ഇന്ന് ദൈവരാജ്യത്തിൽ ജനിക്കുകയും വളരാത്തതുമായ ജനം. പ്രിയ ദൈവത്തിന്റെ ജനമേ, ദാസന്മാരെ, ദാസിമാരെ, ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് നമ്മളോട് ഓർപ്പിക്കുകയാണ്, ഈ ഒരവസ്ഥയിലായിരിക്കരുത് നമ്മൾ. പകരം യേശുവിനെ പോലെ മറ്റുള്ളവരിലെ ഒരു നന്മയാണെങ്കിൽ ആ ഒരു നന്മ കണ്ട് അത് എടുത്തു പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവരുടെ 99 തിന്മകളെയും നന്മകളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് യേശു അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം നമുക്കൊരു ടെസ്റ്റാ, ഒരു പ്രൊബഷണറി പീരീഡാ. അനേകർ വരുന്നു പോകുന്നു, അനേകർ വരുന്നു പോകുന്നു, അനേകർ വരുന്നു പോകുന്നു. 1600 കണ്ടവര് 1700 കണ്ടില്ല, 1700 കണ്ടവര് 1800 കണ്ടില്ല, 1800 കണ്ടവര് 1900 കണ്ടില്ല, 1900 കണ്ടവര് 2000 കണ്ടില്ല, 2000 കണ്ട നമ്മള് പേടിയുണ്ടല്ലേ? ഞാൻ പറയാം, 2100 കാണത്തില്ല. സ്തോത്ര, ഹല്ലേലൂയ. മരണമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടരുത്, മരണമെന്ന് കേൾക്കുമ്പോൾ സന്തോഷിച്ച് ആനന്ദിച്ചാർത്തോളണം. സ്തോത്ര. ശരീരത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ കർത്താവിൽ നിന്നും അകന്ന് പരദേശിയായിരിക്കുന്നു. ശരീരം വിട്ടാലോ കർത്താവിനോട് ചേർന്ന് സ്വദേശിയായിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പരദേശിയായി പിശാച് ഭരിക്കുന്ന ഭൂമിയിലായിരിക്കാനാണോ താല്പര്യം, അതോ സ്വദേശിയായി കർത്താവോടുകൂടെ ആയിരിക്കാനാണ് ആ താല്പര്യം? കള്ളനോട് കൂടെ നടന്നാൽ ആരായിത്തീരും നമ്മള്? ജ്ഞാനിയോട് കൂടെ നടന്നാൽ? ഇപ്പൊ ഇവര് രണ്ടുപേരും ആരുടെ കൂടെ നടക്കുന്നേ? പിശാച് പൊസസ് ചെയ്ത ആത്മാവോട് കൂടെയാണ് നടക്കുന്നത്. നോക്കിയേ, ആ കറുത്ത രൂപം, ആ രൂപം ഇങ്ങോട്ടേക്ക് വ്യാപരിക്കുന്നത് കണ്ടോ? അടുത്ത സ്റ്റേജ് വന്നപ്പോ നമ്മളുടെ മനുഷ്യന്റെ സോള് മുഴുവൻ പിശാചിന്റെ പ്രോഗ്രാമാൽ നിറയപ്പെട്ടു. സ്തോത്രം. പിശാചിന്റെ പ്രോഗ്രാമാൽ സോൾ മുഴുവൻ നിറയപ്പെട്ടു. ഈ സോളിന് ഇത് ലഭിച്ചത് എവിടെന്നാ? ആത്മാവിൽ നിന്നാ ലഭിച്ചത്. സ്തോത്രം. അതിന്റെ അതേ കുറച്ച് പ്രത്യേക ശരീരം അത് ഏറ്റെടുക്കാൻ തുടങ്ങി. അടുത്ത സ്റ്റേജ് വന്നപ്പോ ഈ ശരീരം ജഡത്തിന്റെ തിന്മയാൽ നിറയുന്നൊരവസ്ഥയെ ദൈവം ഈ ശരീരം സൃഷ്ടിച്ചത് ഒരു ശരീരമായിട്ട് അല്ലെങ്കിൽ ബോഡി ആയിട്ട്. എന്നാൽ എപ്പോൾ ആദം ദൈവത്തെ ധിക്കരിച്ചുവോ ആ നിമിഷം ദൈവം നിർമ്മിച്ച ശരീരം കറപ്റ്റ് ചെയ്യപ്പെട്ടു, അത് ജഡമായി മാറി. അതായത് വലിയൊരു പാത്രത്തിൽ പാല് കറന്നുകൊണ്ട് വച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ഒരു ഡ്രോപ്പ് മഷി അതിലേക്ക് ഒഴിച്ചാൽ അതിന്റെ ആ നല്ല വെളുത്ത നിറം മാറി അത് നീല നിറമാകുന്നത് പോലെ പരിശുദ്ധമായി ദൈവം സൃഷ്ടിച്ച ഈ ബോഡി അത് ഫ്ലഷായി ജഡമായി തീർന്നു. തുടർന്ന് നമുക്ക് പിന്നെ നന്മ കാണുവാൻ കഴിയില്ല. ദൈവം സൃഷ്ടിച്ച അവസ്ഥയിൽ നന്മ കാണുവാൻ കഴിയുന്ന നിഷ്കളങ്കരായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് കടന്നുപോയാൽ ഒരു വ്യക്തിയിൽ 95 നന്മകളുണ്ടെങ്കിലും നമ്മൾ ആ 95% നന്മയല്ല കാണുന്നത്, പകരം 5% തിന്മയെ കാണുകയുള്ളൂ. കാരണം ഈ ജഡത്തിന്റെ അവസ്ഥയാണ്. ജഡം പിശാചിന്റെ പ്രോഗ്രാമിനാൽ പൊസസ് ചെയ്യപ്പെട്ടു പോയി. എന്നാൽ യഥാർത്ഥ ദൈവരാജ്യത്തിലെ പൈതങ്ങൾ എങ്ങനെയെന്ന് കർത്താവ് യേശു ഇവിടെ വന്നപ്പോൾ കാണിച്ചു തന്നു.